ദൈവമുഖം അന്വേഷിക്കുന്ന ഭക്തൻ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ? 43-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ഇപ്രകാരം ഒരു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥനയിലെ ഒരു ഭാഗം ഇപ്രകാരം പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ചോദിക്കുന്നു. ഇടപെടാതെ എന്നോട് പറയുന്നു എന്നാണ് പറയുന്നത്. ശത്രുക്കൾ നമ്മളോട് ചോദിക്കും, നിന്റെ ദൈവം എവിടെയാണ്? ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശത്രുക്കൾ, ഈവൻ നമ്മുടെ മിത്രങ്ങൾ പോലും നിന്റെ ദൈവം എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിന് നമുക്ക് പലപ്പോഴും ഉത്തരം ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരികയില്ല. നാമും ഒരു പക്ഷേ അല്പസമയത്തേക്ക് ഒന്ന് കലങ്ങിപ്പോയേക്കാം, ഒന്ന് ചഞ്ചലിച്ചു പോയേക്കാം. ശത്രുക്കൾ ചോദിക്കും, നിന്റെ ദൈവം എവിടെയാണ്? എന്തുകൊണ്ടാണ് നിന്റെ ദൈവം നിന്നെ സഹായിക്കാൻ വരാത്തത്? നീ ദൈവത്തെ വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി നിനക്ക് വരുന്നത്? നീ പ്രാർത്ഥിക്കുന്ന നിനക്ക് പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകേണ്ടതല്ലേ? പ്രാർത്ഥിക്കുന്തോറും എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടി വരുന്നത്? ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നാം കേൾക്കുമ്പോൾ, മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഉത്തരമില്ലാതെ വരും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവിടെ കോരഹപുത്രന്മാർ പറയുകയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കുമ്പം എൻ്റെ അസ്ഥികൾ തകർന്നു പോവുകയാണ്. പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകും, ഉത്തരമില്ലാതെ വരും. ആസാഫ് പറയുന്നു, ദുഷ്ടന്മാരെല്ലാം സൗഖ്യമായിരിക്കുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം? ഇങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ ദൈവഭക്തന്മാർ ഉയർത്തിയിട്ടുണ്ട് കാലാകാലങ്ങളിലായി. നാം ഒറ്റയ്ക്കല്ല. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, ദൈവം അറിയുന്നില്ല, ദൈവം കാണുന്നില്ലെന്ന് ചിന്തിക്കരുത്. ദൈവം പ്രശ്നങ്ങളെ അറിയുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ നാം തയ്യാറാകണം. പ്രതിസന്ധികൾ വഴിമാറും, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും എന്ന് നാം ഉറച്ച് വിശ്വസിക്കണം. അപ്പോൾ നമ്മുടെ ശത്രുക്കൾ ഇങ്ങനെയുള്ള ചോദ്യം ഉയർത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാൻ ചില മറുപടി ഉണ്ടാകണം. എൻ്റെ ദൈവം സ്വർഗത്തിലിരിക്കുന്നു, അവൻ എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം അവിടെ നിന്നാണ് വരുന്നത്. ദൈവത്തിൻ്റെ വചനം തന്നെ നമുക്ക് മറുപടി തരണം. പിശാച് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വചനം കൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിയണം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്, ഇയ്യോബിന് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവം ജീവിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിലെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. വചനം കേൾക്കുകയല്ല, വചനങ്ങളെ നമ്മൾ ഉരുവിടണം. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായ കാര്യങ്ങൾ പ്രതിധ്വനിക്കുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ പറയണം, എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. പ്രതിസന്ധിയിൽ ദൈവം കൈവിട്ടിട്ടില്ല, ഈ പ്രതിസന്ധിയിൽ അവൻ്റെ കരം പിടിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, അവൻ എൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള ധൈര്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് സ്വയം ധൈര്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം. ഭക്തന്മാരെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തപ്പം, ഈവൻ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പം, സിംഹങ്ങളുടെ ഗുഹയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞപ്പം അവരെല്ലാവരും തന്നെ പ്രത്യാശയോടെ നിന്നു എന്നാണ് വചനം കാണുന്നത്. അത് ചില ആളുകളെ നമുക്കറിയാം, ആദിമ കാലഘട്ടത്തിലെ പീഡനത്തിൽ ഒത്തിരി ആളുകളെ നിഷ്കരുണം വധിച്ചു. അതിൻ്റെ മധ്യത്തിലും അവർ പറഞ്ഞു, പുഞ്ചിരിയോടെ ഞങ്ങൾ ദൈവമുഖം കാണുന്നു. പ്രശ്നം വരുമ്പോൾ ഇട്ടേ ചൂടുകയല്ല, പ്രശ്നം വരുമ്പോൾ ഭയപ്പെട്ടു പോവുകയല്ല, പ്രശ്നം വരുമ്പോഴും ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുമ്പോഴും നിരാശപ്പെട്ടു പോവുകയല്ല. അതിനെല്ലാം ഒരു ഉത്തരം നാം കണ്ടെത്തി പറയണം, എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇയ്യോബ് പറയുന്നു, അവൻ ഒരിക്കൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ശരീരമെല്ലാം ത്വക്കെല്ലാം ദ്രവിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി അവനെ കാണും. പ്രത്യാശയുടെ വാക്കുകൾ ഉരുവിടുക. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ ഹോസ്പിറ്റലായിരിക്കും, ട്രീറ്റ്മെൻറ്റ് തുടരുകയായിരിക്കും, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടത് പലരും പറയുന്നുണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ധൈര്യത്തോടെ പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ദൈവം എവിടെ? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കരം പിടിക്കുന്നുണ്ട്, അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ മുറുകെ പിടിക്കും എന്നുള്ള ധൈര്യത്തിൻ്റെ വാക്കുകൾ നാം നമ്മോട് തന്നെ പറയണം. ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും നോക്കിയേ, ആ നവോമി എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ്, കൈപ്പായതാ ദൈവം ചെയ്തത്, പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട്, ഈ ദൈവത്തെ വിട്ട് ഞാൻ പോകത്തില്ല. അവളുടെ വിശ്വാസം ഉറച്ചതായതുകൊണ്ട് തൻ്റെ മരുമകൾ രൂത്ത് പോലും ആ ദൈവത്തെ പിന്തുടരാൻ തയ്യാറായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ ശോധനകൾ, പ്രതിസന്ധികൾ വരുമ്പം വിശ്വാസത്തിൽ നമ്മളെ കൂടുതൽ ഉറപ്പിക്കാൻ നാം തന്നെ തയ്യാറാകണം. വചനം ഉള്ളിൽ നിൽക്കണം, വചനം നാം ഉരുവിടണം. വചനത്തിലൂടെ നാം പിശാച് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി കൊടുക്കണം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.